എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്നൊരു ഉദാഹരണം ഓർമ്മ വന്നങ്ങ് പറയാം. അപ്പം അവിടെ കൂടെ ഞാൻ ഷോപ്പിങ്ങിനെങ്ങും പോകാറില്ല, പ്രത്യേകിച്ച് തുണിക്കടയിൽ. പോയി കഴിഞ്ഞാൽ പ്രശ്നം 3 മണിക്കൂർ പോക്കാം. കയറി ഇരുന്നിട്ട് സാരി എടുക്കുന്നെങ്കിൽ ഉള്ള സാരി മൊത്തവും വലിച്ചിടും, ചുരിദാർ മൊത്തവും വലിച്ചിടും. എന്നിട്ട് ഓരോന്ന് എടുത്ത് നോക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്ത് സുന്ദരമായ സാരി, എന്ത് സുന്ദരമായ ഇവയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഒരു 3 മണിക്കൂർ കഴിയുമ്പം കാണാൻ ഒരെണ്ണം പൊക്കി എടുത്തോണ്ട് വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, നിനക്ക് എന്നാ ഇത് ഇഷ്ടപ്പെട്ടെ? അവൾ പറഞ്ഞൊരു ഉത്തരവുണ്ട്, എനിക്കിത് ബോധിച്ചു. അപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്നെ കർത്താവ് പൊക്കിയെടുത്തപ്പോഴേ എത്ര പേര് ചോദിച്ചിട്ടുണ്ടാവും ഇവനെ എന്തിനു കൊള്ളാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവം പറയുന്നത് നിങ്ങളുടെ അനുഭവം ആണെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാൽ മതി. മെറിറ്റ് നോക്കിയായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് വരുമോ? എൻ്റെ വിദ്യാഭ്യാസ മഹിമ നോക്കിയായിരുന്നെങ്കിൽ ഞാൻ ലാസ്റ്റ് പോയേനെ. എൻ്റെ കുടുംബ മഹിമ നോക്കിയായിരുന്നെങ്കിൽ ഞാൻ ലാസ്റ്റ് പോയേനെ. എൻ്റെ കാശിന്റെ വില നോക്കിയിരുന്നെങ്കിൽ ഞാൻ ലാസ്റ്റ് പോയേനെ. പക്ഷെ ഒരു കുടുംബ മഹിമയും പറയാനില്ലാത്ത, ഒരു വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയും പറയാനില്ലാത്ത സാധുവായ ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിന് കൃപയെന്നല്ലാതെ. കർത്താവിന്റെ ദാസൻ ഇവിടെ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഈ ഉൾപ്രദേശമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, എൻ്റെ നാടിൻ്റെ പേര് മലവിള എന്നാ. ആ നാട് കണ്ടിട്ട് ആരാണ്ട് പേരിട്ടതാ, മലവിള എന്നാ. അപ്പം വേങ്ങൂര് ഒരു 100 വർഷത്തിന് മുമ്പ് ഇത് മുഴുവൻ വാനമായിരുന്നെന്നാ പറയുന്നത്. പത്തനാപുരം കാട്ടുപത്തനാപുരമായിരുന്നാ പറയുന്നത്. ഞാൻ ചിന്തിച്ചു, മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള നല്ല വെളുത്തു തുടുത്ത സുന്ദരന്മാർക്ക് പലർക്കും കിട്ടാത്ത ഭാഗ്യം മലവിളയിലും വേങ്ങൂരും പത്തനാപുരത്തും ഒക്കെ ഉള്ള നമുക്ക് കിട്ടിയെങ്കിൽ അത് കൃപയല്ലേ? അപ്പൊ നല്ലവരായതുകൊണ്ട് തെരഞ്ഞെടുത്തതല്ല. പക്ഷെ ഇനി അടുത്ത കാര്യം പറയുമ്പോൾ കേൾക്കണം. നല്ലവരായതുകൊണ്ട് തെരഞ്ഞെടുത്തതല്ലെങ്കിലും വിശ്വസ്തനം നെണ്ണി ഈ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭയത്തോടെ എന്റെ സ്നേഹിതൻ ടോം പറഞ്ഞൊരു കാര്യം ഞാൻ ചേർത്ത് പറയുകയാണ്. കർത്താവ് നമ്മെ വിശ്വസ്തനം നെണ്ണിയ ഇതിനകത്താക്കിയതെങ്കിൽ സ്നാനപ്പെട്ടിട്ട് കയറി വരുമ്പോ തലേ കൈവച്ചോട് പറയും, മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നീ ജീവകിരീടം പ്രാപിക്കുമെന്ന്. പക്ഷെ ഇവിടെ ഇരുന്നപ്പോഴും എന്റെ മനസ്സിൽ വന്നൊരു കാര്യം, അങ്ങനെ ഇറങ്ങിയ പലരും ഇന്ന് വിശ്വാസ പോർക്കളത്തിലില്ല. പരനെ നിന്നെ കാണുവാൻ എനിക്കധികം കൊതിയുണ്ട് എന്ന് പാടിയാൾ ഇന്നില്ല. കാന്താ താമസം എന്താഹോ എന്ന് പാടിയാൾ ഇതിനകത്തില്ല. എന്തിനാ? ചെറുമക്കൾ കൺവെൻഷൻ വേദിയിൽ ഒരു കാലത്ത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് തന്റെ പ്രിയ ജനമേ ഉണർന്നിടുവീർ എന്ന് പാടി നമ്മൾ ആരാധിച്ച ആ ഭക്തൻ ഇന്നില്ല. പക്ഷെ പലരും പട്ടുപോയ പോർക്കളത്തിൽ ഇന്ന് രാത്രിയിലും അഭിമാനത്തോടിരുന്ന് കർത്താവിനെ ആരാധിക്കാൻ കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ കരുണയാണ് എന്ന്